അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി. ഹലോ ഫ്രണ്ട്സ്, ശോഭ മാത്യു സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുതിയ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് എൻ്റെ മോൻ്റെ ഭാര്യ, മരുമോൾ. ഇന്ന് ഞങ്ങളൊരു ഡിഷ്, ആദ്യമായിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാമെന്നുള്ളൊരു വാക്കും പറഞ്ഞൊന്ന് നിൽക്കുവാണ്. അതനുസരിച്ചാണ് മുമ്പോട്ട് കുക്കിങ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? അഫ്ഗാനി ചിക്കൻ. അപ്പോൾ 2 ദിവസമായി അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ. ഹലോ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. നേരത്തെ തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും കുതിർത്ത് വയ്ക്കണം. ഒരു ചെറിയ സവോള, ഒരു 1-2 പച്ചമുളക്, മല്ലിയില, പുതിന ഇല, മസാലക്കൂട്ടുകൾ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇവ ഒരു ചട്നി ജാറിൽ നന്നായി അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ നമ്മൾ ഈ കാഷ്യൂ നട്ടും ബദാമും കുതിർക്കാൻ വെച്ച വെള്ളം അരയ്ക്കാനും ഉപയോഗിക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ അരച്ചെടുത്ത ഈ അരപ്പിൽ നിന്ന് ഒരു പകുതി ഭാഗം വലിയ ബൗളിലൊഴിച്ച് ചിക്കൻ പീസുകൾ നന്നായി മാരിനേറ്റ് ചെയ്ത് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വയ്ക്കണം. ഒരല്പം ബട്ടർ ഒരു ഫ്രൈങ് പാനിലിട്ട് അതിൽ ഇത് വറുത്ത് കോരുക. കണ്ടമാനം മൊരിഞ്ഞു പോകരുത്. മൊരിയണമല്ല, നേരത്തെ ഒരു പാട്ട് പഠിക്കുന്നത്. എനിക്കിഷ്ടമുള്ളൊരു പാട്ടിന്റെ 4 വരി പാടാം. മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക്യ കയ്യാൽ തൊടാം, മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം, ഗന്ധർവൻ പാടുന്ന മതിലത് മന്ദാരം പൂവിട്ട തണലിൽ, ഗന്ധർവൻ പാടുന്ന മതിലത് മന്ദാരം പൂവിട്ട തണലിൽ, ഊഞ്ഞാലേ പാടാമോ മാനത്ത് മാമന്റെ തളികൈ മാമുണ്ടാൻ പോകാമോ നമുക്കിതി തുമ്പിവാ, തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഇതിൻ്റെ പാചകത്തിൽ നമ്മൾ ബട്ടറാണ് ഉപയോഗിക്കുക. മറ്റെണ്ണകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം വറുത്ത് കോരിയ ശേഷം ആ പാനിൽ തന്നെ കുറച്ച് ബട്ടർ കൂടി ചേർക്കുക. ആ ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ അരച്ചപ്പോൾ മാറ്റി വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പും കുറച്ച് യോഗർട്ട്, അതല്ലെങ്കിൽ അധികം പുളിക്കാത്ത തൈര് വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ചേർത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ആ ചാറിൽ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അധികമൊന്നും വേഗം കാണുകയില്ല, കാരണം നമ്മൾ വറുത്തെടുത്തതാണല്ലോ. അപ്പോഴതൊന്ന് ചെറുതായിട്ട് ഒരു നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മളത് തുറന്ന് കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുക. ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ഫ്രഷ് ക്രീമിൻ്റെ അളവ് ക്രമീകരിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ കണ്ടമാനം ഇളക്കി പൊടിക്കുകയൊന്നും ചെയ്യരുത്. വളരെ അധികം ഇളക്കാതെ ഒരു മൃദുവായിട്ടൊക്കെ വേണം ഇളക്കാൻ.
അതിനുശേഷം ഒരല്പം കുരുമുളക് പൊടി, ഒറിഗാനോ ഇവ കൂടി ചേർത്ത് ഇറക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ഇഷ്ടമനുസരിച്ച് അത് പാകത്തിന് എടുത്ത് ഇറക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കൂട്ടാൻ വളരെ നല്ല ഒരു കറിയാണിത്. ഇപ്പോൾ നമ്മളുടെ അഫ്ഗാനി ചിക്കൻ റെഡി. ഇനി അവസാനമായി ഇതൊന്ന് ഗാർണിഷ് ചെയ്യുക.